ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള ഉസ്താദുമാരെ, നമ്മളെ സമസ്തയുടെ വെബ്സൈറ്റ്, അതായത് നമ്മളെ മദ്രസയിൽ കുട്ടികളെ ചേർക്കുക, അതുപോലെ തന്നെ മദ്രസൻ്റെ ഓൺലൈൻ സംവിധാനങ്ങൾ, അത് ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാണുന്ന ആളുകൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ തുടക്കം മുതൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നേരെ ഗൂഗിളിലൊന്ന് പോവും. ഗൂഗിളിൽ പോയിട്ട് നേരെ ഏറ്റവും മുകളിൽ സമസ്ത ഇൻഫോ എന്ന് കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സമസ്ത ഓൺലൈൻ എന്ന് കാണും, ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ സൈറ്റിലാണ് നമ്മൾ മദ്രസൻ്റെ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ഓപ്പൺ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ MSRൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യേണ്ടതും ഇത് തന്നെയാണ്. MSRൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ MSR എന്ന് വലിയ അക്ഷരാക്കി അടിച്ച് സ്പേസ് ഇല്ലാതെ MSR നമ്പറും പാസ്വേഡ്, പിന്നെ പുതുക്കിയ ആളുകളാണെങ്കിൽ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത ആളുകളാണ് ആധാർ കാർഡിൻ്റെ നമ്പറാണ് പാസ്വേഡായിട്ട് വരിക. അപ്പോൾ അതടിച്ചാൽ നമ്മളെ MSRൻ്റെ സൈറ്റ് ഓപ്പൺ ആവും. മദ്രസൻ്റെ സൈറ്റും ഇത് തന്നെയാണ് അടിക്കേണ്ടത്. മദ്രസൻ്റെ സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം നമ്മൾ G എന്നടിച്ചിട്ട് 0 എന്നടിച്ചിട്ട് മദ്രസൻ്റെ നമ്പർ കൊടുക്കുക. അടിയിൽ മദ്രസൻ്റെ പാസ്വേഡ് എത്ര വെച്ചാൽ അതും കൊടുക്കുക. G എന്ന് കഴിഞ്ഞിട്ട് O എന്നല്ല അടിക്കേണ്ടത്. 3 അക്ക നമ്പറാണെങ്കിൽ 2 0 വരും, 4 അക്ക നമ്പറാണെങ്കിൽ 1 0 വരും. അപ്പോൾ G എന്ന് വലിയ അക്ഷരാക്കി അടിച്ച് 0 മദ്രസൻ്റെ നമ്പർ, പിന്നെ പാസ്വേഡ് എന്താണോ നിങ്ങൾ സെറ്റ് ചെയ്തത് വെച്ചാൽ അതാണ് ഇതിൽ വരിക. അങ്ങനെ നമ്മൾ മദ്രസൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് ഇതിൽ കാണിക്കുക. അതിൽ നമ്മൾ ടോട്ടൽ സ്റ്റുഡൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ആൺകുട്ടികൾ എത്ര, പെൺകുട്ടികൾ എത്ര സ്റ്റാഫ് ഉണ്ട് എന്ന് ഇവിടെ കാണിക്കും. അങ്ങനെ അതിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ മദ്രസൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഫോട്ടോസും ആണെങ്കിൽ ഫോട്ടോസ് കൊടുക്കുക. അതുപോലെ തന്നെ നെയിം ബോർഡിൻ്റെ മാതൃക ഉണ്ട്. ഇതൊക്കെ ഇതേമാതിരി ഡൗൺലോഡ് ചെയ്തിട്ട് ഇതാണ് വിട്ടുകൊടുത്താൽ അതിൻ്റെ ഫോണ്ട് ഏതാണ്, അതിൻ്റെ സൈസ് ഏതാണ്, എത്ര വലിപ്പം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ കൃത്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ നെയിം ബോർഡിൽ കൊടുക്കുന്ന എംബ്ലം അതും നമുക്ക് ഇവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അത് TCക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷാ ഫോം ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഓൺലൈനായി MSR അപേക്ഷകൾ നൽകുവാൻ 3 ഘടകങ്ങളാണുള്ളത്. അതെന്തൊക്കെയെന്നുള്ളത് ഇവിടെ ഈ എക്സ്പെൻഡ് എന്നതിൽ പോയാൽ അതും അറിയാൻ കഴിയും. ഇങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് നമ്മളെ മദ്രസൻ്റെ സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അഡ്മിഷൻ ഫോം ഉണ്ടാവും, അതുപോലെ തന്നെ സിലബസ് ഉണ്ടാവും, ഒക്കെ അതിലുണ്ടാവും. അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ടാവും. ഇതാണ് ഏറ്റവും ആദ്യമായിട്ട് കാണാം. രണ്ടാമത്തെ ഓപ്ഷൻ കാണുന്നത് ബേസിക് ഡീറ്റെയിൽസ് എന്നാണ്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മദ്രസൻ്റെ ഡീറ്റെയിൽസ്, പേരും അഡ്രസ്സും വാട്സപ്പ് നമ്പർ കാര്യമുള്ള അങ്ങനത്തെ കാര്യങ്ങൾ, മദ്രസൻ്റെ ഫോട്ടോ കൊടുക്കുക, മദ്രസൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും വേണമെങ്കിൽ കൊടുക്കുക. ഇതിലതൊന്നും കൊടുത്തിട്ടില്ല. അത് കൊടുത്തിട്ട് അപ്ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാൻഡൊക്കെ കിട്ടുമല്ലോ, നമ്മളെ സമസ്തയിൽ നിന്ന് ഒരു ഗ്രാൻഡ് കിട്ടുമല്ലോ. 10 കുട്ടികളൊക്കെ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ 2500 റുപ്യ വെച്ചിട്ട് മദ്രസക്ക് ഗ്രാൻഡ് കിട്ടുന്നുണ്ട്. അതൊക്കെ കിട്ടണമെങ്കിൽ മദ്രസൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലുള്ളത് ഇപ്പം നിലവിൽ ഇവിടെ 6ാം ക്ലാസ് വരെയാണ് ഓൺലൈനായിട്ടുള്ളത്. 1 മുതൽ 6 വരെയാണ് ഓൺലൈനായിട്ടുള്ളത്. അടുത്ത വർഷം മുതൽക്ക് 7ാം ക്ലാസ്സും വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഒരു ക്ലാസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ 1 മുതൽ 6 വരെ നിലവിലുള്ളൂ. ഇനി നമുക്ക് ഒരു ക്ലാസ് ഇതിൽ നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ നേരെ ആഡ് ക്ലാസ് എന്നതിൽ പോവുക. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് 1 എന്ന് കൊടുക്കുക. ഇങ്ങോട്ട് ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ. പിന്നെ നമുക്ക് ഇനി B ക്ലാസ്സാണ് വേണ്ടി വെച്ചെങ്കിൽ നേരെ ഇവിടെ B എന്ന് കൊടുക്കുക, ആഡ് ക്ലാസ് എന്ന് കൊടുക്കുക. ഇപ്പോൾ ക്ലാസ് എന്തായി, 1B എന്നുള്ളൊരു ക്ലാസ് ഇവിടെ ആഡായിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഈ ക്ലാസ് വേണ്ടെങ്കിൽ നേരെ റിമൂവ് എന്നടിച്ചാൽ ആ ക്ലാസ് അവിടെ എന്ത് ചെയ്യും, റിമൂവ് ആയി പോവുകയും ചെയ്യും. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ, ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയപ്പെടുന്നത്. ഇനി സ്റ്റുഡൻറ്റ് കൗണ്ട് എന്നിട്ട് 3ാമത്തെ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയാൽ 1 മുതൽക്ക് 6 വരെ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ഇതിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനില്ല. ഇതിലൊന്നും നമുക്കൊന്നും തിരുത്താൻ കഴിയില്ല. 6 വരെ. 7 മുതൽക്ക് ഓൺലൈൻ അല്ല ഓഫ്ലൈൻ. അപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിൽ എത്ര ആൺകുട്ടി ഉണ്ട് എന്ന് ഇവിടെ അടിച്ചു കൊടുക്കുക, ആ ക്ലാസ്സിൽ എത്ര പെൺകുട്ടി ഉണ്ട് എന്ന് ഇവിടെ അടിച്ചു കൊടുക്കുക. ടോട്ടൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. 8ാം ക്ലാസ്സിൽ ഇതുപോലെ ആൺകുട്ടി എത്രയാണ് പെൺകുട്ടി എത്രയാണെന്ന് ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. 9ലും നമ്മൾ അടിച്ചു കൊടുക്കുക. പട്ടികയിൽ നോക്കിയിട്ട് 9ൽ എത്ര കുട്ടികളുണ്ട് വെച്ചെങ്കിൽ ആ ആണ് ഇത്ര പെണ്ണ് ഇത്രയും താഴെ അടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഓരോ ക്ലാസ്സിലും കുട്ടികളുടെ എണ്ണം അടിച്ചു കൊടുക്കാനല്ല. അങ്ങനെ അടിച്ചു കൊടുത്താൽ നമുക്ക് ടോട്ടലി നമ്മളെ മദ്രസയിലുള്ള കുട്ടികളുടെ എണ്ണം അറിയാൻ കഴിയുള്ളൂ. 3ാമത്തെ വർഷം മദ്രസ കമ്മിറ്റിയാണ്. അതൊന്നും ഇപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യമല്ല. മദ്രസൻ്റെ കമ്മിറ്റി ആരൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് അതിൽ വരിക. മദ്രസ കമ്മിറ്റി ഓരോ നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ വരും.
പിന്നെ മദ്രസ കമ്മിറ്റി മാറുമ്പോൾ പേര് മാറ്റി കൊടുക്കണം, മൊബൈൽ നമ്പർ മാറ്റി കൊടുക്കണം. പിന്നെ പബ്ലിക് എക്സാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത് പബ്ലിക് എക്സാം ഓപ്പൺ ചെയ്താൽ ഏറ്റവും മുകളിൽ രജിസ്റ്റർ സ്റ്റുഡൻറ്റ് എന്ന് കാണും. അപ്പോൾ ഈ രജിസ്റ്റർ സ്റ്റുഡൻറ്റ് എന്നതിൽ ഫസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇതുപോലെയാണ് നമുക്ക് കാണുക. അതിൽ ഏറ്റവും മുകളിൽ ക്ലാസ് ഒന്ന് സെലക്ട് ചെയ്യുക, 5 എന്ന് എടുക്കുക, വ്യൂ സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ വ്യൂ സ്റ്റുഡൻ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 5ാം ക്ലാസ് ഓൺലൈൻ ആയതുകൊണ്ട് എല്ലാ കുട്ടികളും ഇതിലുണ്ടാവും രജിസ്റ്റർ ചെയ്താൽ. അപ്പോൾ ആ കുട്ടികളൊക്കെ പിന്നെ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ രജിസ്റ്റർ ചെയ്തതാണ്. ഇവിടെ വരെ ടിക്ക് കാണാം, ചെറിയ കള്ളിയിൽ വരെ ടിക്ക് കാണാം. ആ ടിക്ക് ഇങ്ങനെ ഇട്ടിട്ടാണ് ഇതിൽ വരിക. ആദ്യം ആ ടിക്കൊക്കെ അതിലുണ്ടാവും. ഏതെങ്കിലും കുട്ടി പരീക്ഷ എഴുതുന്നില്ലെങ്കിൽ ആ ടിക്ക് ഒഴിവാക്കുക, രജിസ്റ്റർ എന്ന് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ 7ാം ക്ലാസ്സിൻ്റെ ആണെങ്കിൽ ക്ലാസ് എടുക്കുക, 7 എന്ന് സെലക്ട് ചെയ്യുക. ഓരോ കുട്ടീൻ്റെയും 5ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ വരും. പിന്നെ അതിൽ നമുക്ക് തിരുത്താനൊന്നും ഉണ്ടാവില്ല. അഡ്മിഷൻ ഡേറ്റും അഡ്മിഷൻ നമ്പറും മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. അങ്ങനെയാണ് 7ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കുക. ഇനി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കുട്ടികൾക്ക് യോഗ്യതാ പരീക്ഷൻ്റെ ഫോം വെച്ചിട്ടും എന്ത് ചെയ്യാൻ കഴിയും, 7ാം ക്ലാസ്സിൽ പിന്നെ കുട്ടികളെ നമുക്ക് ചേർക്കാൻ കഴിയും. ഇതാണ് പബ്ലിക് എക്സാമിൽ ഒന്നാമത്തെ. ഇനി പബ്ലിക് എക്സാം എന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പബ്ലിക് എക്സാമിൽ ഫീ പേയ്മെൻറ്റ് പൈസ അടക്കാനുള്ളതാണ്. അത് പൈസ അടക്കാനുള്ള അതിൻ്റെ വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളെ യൂട്യൂബ് ചാനലിൽ തന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്താൽ അതിൻ്റെ പബ്ലിക് എക്സാമിൽ ഫീസ് അടക്കുന്നതും കുട്ടികളെ രജിസ്റ്റർ ചെയ്യുന്ന രൂപവും വെവ്വേറെയായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറയപ്പെടുന്ന ഇതിലുണ്ട്. അഡ്മിഷൻ രജിസ്റ്റർ അല്ല. അപ്പോൾ നമ്മൾ പബ്ലിക് എക്സാം അല്ലേ പറഞ്ഞു. പബ്ലിക് എക്സാമിൽ തന്നെ പിന്നെ പോയാൽ ഈ എക്സാം സെൻറ്റർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മദ്രസയിൽ നിന്നൊരു കുട്ടി വിദേശ മദ്രസയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. TC കൊടുക്കുന്നതോട് കൂടെ തന്നെ സെൻറ്റർ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഫീസ് വരും. വിദേശത്തേക്കാണ് വിടുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ഫീസ് വരും. ആ ഫീസും കൂടി അടച്ചാൽ ആ കുട്ടി എന്താവുള്ളൂ, ട്രാൻസ്ഫർ ആവുള്ളൂ. അതാണ് സെൻറ്റർ ട്രാൻസ്ഫർ എന്ന് പറയപ്പെടുന്നത്. അതിൻ്റെ വീഡിയോസും സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാ വീഡിയോസും ഓരോന്നായിട്ട് വേറെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ ചാനലിലൊന്ന് കയറി നോക്കിയാൽ കാണാം. പിന്നെ പബ്ലിക് എക്സാമിൽ കാണുന്നത് അറ്റൻഡൻസ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പുതുതായിട്ട് ഈ വർഷം നിലവിൽ വന്ന ഒന്നാണ് ഹാജർ ചേർത്ത് കൊടുക്കുക എന്നുള്ളത്. അതും ഇതുപോലെ നമ്മൾ ക്ലാസ് സെലക്ട് ചെയ്യുക 5. പിന്നെ 10ാം ക്ലാസ് ഇപ്പോൾ ഞാൻ എടുക്കുന്നുണ്ട്. 10ാം ക്ലാസ് എടുത്ത് സബ്മിറ്റ് അടിച്ചിട്ട് 10ാം ക്ലാസ്സിൽ ഇപ്പോൾ ഇവിടെ ആകെ 2 കുട്ടികളുള്ളൂ. അപ്പോൾ ഈ 2 കുട്ടികളുടെ ഹാജർ ഇപ്പോൾ ടോട്ടൽ ആ മദ്രസയിൽ 220 ഹാജറാണ് വരുന്നത്. അവിടെ 220 ചുവന്ന കള്ളിയിൽ എഴുതി കൊടുത്താൽ എല്ലായിടത്തും ആ 220 വരും. പിന്നെ ആ കുട്ടിക്ക് കിട്ടിയ ഹാജർ 70% ഹാജർ ഉണ്ടെങ്കിലേ കുട്ടികൾക്ക് പൊതുപരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അവിടെ കമ്മിറ്റീൻ്റെ ലെറ്റർ പേഡിൽ കുട്ടിക്ക് ഹാജർ കമ്മിയാകാനുള്ള കാരണം എന്താണെന്ന് എഴുതിയിട്ടൊരു ഫോം ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ഇവിടെ ചൂസ് ഫയൽ എന്ന് കാണുക. അതിലൊന്ന് പോയിട്ട് നമുക്ക് ഫോം ഇവിടെ ഉണ്ടെങ്കിൽ ആ ഫോം എന്ത് ചെയ്യുക, അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അത് ഈ 2 കുട്ടികൾക്കും ഇപ്പോൾ 70% ഹാജറില്ല. അങ്ങനെ ഇത് ഹാജറില്ലെങ്കിൽ പിന്നെ നമ്മൾ കുട്ടീൻ്റെ ഓരോ കുട്ടികൾക്കും ഹാജർ ഇപ്പോൾ ഇതിലെ ആകെ 2 കുട്ടികളുള്ളൂ. ചിലപ്പോൾ 10-20 കുട്ടികളുണ്ടാവും. അപ്പോൾ 10 കുട്ടികളെ ഹാജർ നമ്മൾ ആദ്യം ചേർത്ത് പിന്നെ 10 ചേർത്തില്ല. അപ്പോൾ നമ്മളിവിടെ സേവ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. ഞാൻ സേവ് ഒരിക്കൽ അടിച്ചതുകൊണ്ട് ഇവിടെ കാണില്ല. അപ്പോൾ ആ സേവ് എന്നുള്ള ബട്ടൺ എന്ത് ചെയ്യണം, അടിച്ചു കൊടുക്കണം. എന്നാലേ അതിൽ സേവ് ആയിട്ട് വരുള്ളൂ. നേരെ മറിച്ച് ബാക്ക് അടിച്ചാൽ പിന്നെ അതിൽ ആദ്യം മുതൽ നിങ്ങൾ ഹാജർ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ഈ 2 കുട്ടികളുടെ ഫോം അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഇതിൽ ആ ഫോം ഇവിടെ വ്യൂ ഫോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ പോയിട്ട് ആ ഫോം കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. ഒന്നും കൂടി സബ്മിറ്റ് അടിച്ചാൽ നേരെ ഹാൾ ടിക്കറ്റ് എടുക്കാൻ കഴിയും. അതാണ് അറ്റൻഡൻസ് എന്ന് പറയപ്പെടുന്ന ഓപ്ഷന്. പിന്നെ ഇനി ഇതിലുള്ളത് പബ്ലിക് എക്സാമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കാണുന്നത് പിന്നെ ഹാൾ ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻസാണ്. അത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഏതാ ക്ലാസ് എന്നുള്ള ഹാൾ ടിക്കറ്റ് എടുക്കാനുള്ള നേരെ ക്ലാസ് സെലക്ട് ചെയ്യുക. ഏത് ലാംഗ്വേജാണോ നിങ്ങൾക്ക് വേണ്ടിച്ചാൽ ആ ലാംഗ്വേജ് എടുക്കുക. മലയാളം, കന്നഡ, ഇംഗ്ലീഷ്, തമിഴ് ഏതാ വേണ്ടിച്ചെങ്കിൽ ആ ഭാഷ സെലക്ട് ചെയ്യുക. മലയാളം എന്ന് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, ഡൗൺലോഡായിട്ട് വരും. ഇവിടെ ഹാജർ കൊടുക്കാത്തതുകൊണ്ടാണ് അവിടെ ഡൗൺലോഡായി വരാത്തത്. പിന്നെ പബ്ലിക് എക്സാമിൽ ഇപ്പോൾ ഹാൾ ടിക്കറ്റ് പറഞ്ഞു. ഇനി അടുത്തത് ഇവിടെ മുഅല്ലിം എന്നൊരു ഓപ്ഷൻ കാണാം.
നമ്മളെ മദ്രസയിലേക്ക് പുതുതായിട്ടൊരു മുഅല്ലിം വന്നാൽ അതിൽ ഏറ്റവും മുകളിൽ കാണാം മാനേജ് മുഅല്ലിം ആൻഡ് സ്റ്റാഫ് എന്ന് കാണാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ആഡ് ന്യൂ സ്റ്റാഫ് എന്ന് കാണുന്ന ഈ പച്ച ബട്ടൺ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ പറയപ്പെട്ട ഏത് ഉസ്താദാണോ വന്നിട്ട് ആ ഉസ്താദിൻ്റെ MSRൽ കൊടുത്ത അതേ മൊബൈൽ നമ്പർ കൊടുത്ത് വെരിഫൈ ആൻഡ് കണ്ടിന്യൂ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ഉസ്താദിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ വരും. പിന്നെ നമുക്കവിടെ ചേർത്ത് കൊടുക്കാനുള്ളത് പെർമനൻറ്റ് എന്നാണ് മാത്രമാണ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കയിൽ. പിന്നെ സദറാണോ സ്റ്റാഫാണോ എന്നുള്ളതുണ്ടാവും, അതും ചേർത്ത് കൊടുത്താൽ മതി. അതാണ് മുഅല്ലിമിൽ ഒന്നാമത്തെ. പിന്നെ മുഅല്ലിമിൽ MSR അപ്രൂവൽ എന്ന് കാണാം. അത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മദ്രസയിൽ ജോലി ചെയ്യണ ഏതെങ്കിലും ഉസ്താദന്മാർ MSRന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ മദ്രസയിൽ നിന്ന് ഒരു അപ്രൂവ് ചെയ്യാണ്ടാവും. ഇപ്പോൾ ഇവിടെ രണ്ട് ഉസ്താദന്മാർ MSRന് അപേക്ഷിച്ചിട്ടുണ്ട്. അവിടെ അപ്രൂവ് ചെയ്തതാണ് ഈ കാണിക്കുന്നത്. അത് ഇവിടെയാണ് കാണിക്കുക. MSRൻ്റെ പിന്നെ അപ്രൂവ്ഡ് MSR ആപ്ലിക്കേഷൻ എന്ന് പറയില്ല, അവിടെയാണ് കാണിക്കുക. പിന്നെ ഇതിൽ കാണാം മൂന്നാമത്തെ ഓപ്ഷന്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മദ്രസയിൽ നിന്ന് വിട്ട് വേറൊരു മദ്രസയിൽ ചേർന്ന് കഴിഞ്ഞാൽ, ഒരു മദ്രസയിൽ നിന്ന് നമ്മൾ വിട്ടത് നമ്മളെ MSRൻ്റെ സ്വന്തം സൈറ്റിൽ നമ്മൾ വിട്ടത് ചേർക്കണം. ചേർത്തത് പുതിയ ഒരു മദ്രസയിൽ നമ്മളെ MSR ക്ലിയർ ആക്കണമെങ്കിൽ MSR നമ്പർ, ആധാർ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുത്താൽ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ ഡീറ്റെയിൽസും കംപ്ലീറ്റ് അവിടെ വരും. പിന്നെ അവിടെ കൊടുക്കേണ്ട കാര്യം സാലറി എത്രയാണ്, അതുപോലെ തന്നെ പെർമനൻ്റ് എന്നുള്ള ഈ ഓപ്ഷനും തിരഞ്ഞെടുത്ത് അടിച്ചു കൊടുത്താൽ മതി. വേറെ ചെയ്യില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു കത്തുണ്ടാകും, നമ്മളെ മദ്രസയിൽ ജോലി ചെയ്ത കത്ത്. ആ കത്ത് ഇവിടെ ചൂസ് ഫയൽ എന്ന് പോയിട്ട് ആ കത്ത് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, അവിടെ അപ്ലോഡ് ചെയ്യണം. എന്നാലേ MSR എന്താവുള്ളൂ ക്ലിയർ. ഈ കത്ത് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ഹെയർ എന്ന് നീല കളറിൽ കാണാം. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ ആ കത്തിൻ്റെ രൂപത ഇവിടെ കാണും. ഇത് നമുക്ക് പ്രിൻ്റ് എടുക്കുക, ഇവിടെ പൂരിപ്പിച്ച് കമ്മിറ്റി ഒപ്പും സീലും വെച്ചിട്ട് ആ കത്താണ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ മുഅല്ലിം എന്ന് ഇതിൽ പോയി കഴിഞ്ഞാൽ വേറൊന്നുള്ളത്, പിന്നെ മുഅല്ലിം എന്നതിൽ പോയാൽ 1, 2, 3 നാലാമത്തെ ഓപ്ഷൻ കാണേണ്ടത് SKJMCC MBF സർവീസ് എന്ന്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ആനുകൂല്യത്തിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അപ്രൂവിങ് വരും. അവിടെ അപ്രൂവ്ഡ് എന്ന് കണ്ടില്ലേ. ഇതുപോലെ അപ്രൂവ് ചെയ്യാണ്ടാകുമ്പോൾ അപ്രൂവ് അടിച്ചു കഴിഞ്ഞാൽ സെക്രട്ടറിയുടെ മൊബൈൽ നമ്പർ പേരോടെ കാണിക്കും. അതൊന്നും ചെയ്യേണ്ട, തിരുത്താനും പോകണ്ട, നേരെ അപ്രൂവ് അടിച്ചാൽ മതി. അതുപോലെ ഏതെങ്കിലും ഉസ്താദ് പ്രസവ സഹായത്തിന് അപേക്ഷിച്ചാൽ അവരുടെ ലിസ്റ്റും ഇവിടെ വരും, അതും അപ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ നിക്കാഹ് കഴിഞ്ഞ ഉസ്താദന്മാർ സഹായത്തിന് അപേക്ഷിച്ചാൽ അവരുടെ അപേക്ഷ ഇവിടെയാണ് വരിക, അതും അവിടെ എന്ത് ചെയ്യുക, അപ്രൂവ് ചെയ്യുക. അത്രയാണ് ഇതിലുള്ള കാര്യങ്ങൾ. പിന്നെ ഇനി ഇതിലുള്ളൊരു കാര്യം അബുവാബ് സർട്ടിഫിക്കറ്റാണ്. അബുവാബ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഇതുണ്ടല്ലോ, എന്താ ഇപ്പോൾ അതിന് പറയുക, ശില്പശാലയിൽ പങ്കെടുത്ത ആളുകൾക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ആ സർട്ടിഫിക്കറ്റ് ഈ അബുവാബ് എന്നതിൽ പോയാൽ ആ സർട്ടിഫിക്കറ്റ് ഇതവിടെ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് കണ്ടില്ലേ, ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് നമുക്കവിടെ ഡൗൺലോഡായിട്ട് വരും. ഇത് ശില്പശാലയിൽ പങ്കെടുത്ത ആളുകൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് ഇനി അടുത്ത മാനേജ് സ്റ്റുഡൻറ്റ് എന്ന് കാണാം. ഈ മാനേജ് സ്റ്റുഡൻറ്റിലാണ് നമ്മൾ പുതുതായിട്ട് ഒരു കുട്ടീനെ 1ാം ക്ലാസ്സിൽ ചേർക്കുകയാണെങ്കിൽ അത് നേരെ ആഡ് സ്റ്റുഡൻറ്റ് എന്നതിൽ പോവുക, ക്ലാസ് 1 എന്ന് എടുക്കുക, അതിൽ ഡിവിഷൻ A എന്ന് എടുക്കുക. ആ കുട്ടീൻ്റെ കംപ്ലീറ്റ് പേരും ഡീറ്റെയിൽസും ഇതിൽ കാണുന്നത് പോലെ പൂരിപ്പിച്ച് കൊടുക്കുക. പൂരിപ്പിച്ച് കൊടുത്തതിന് ശേഷം ആഡ് എന്നടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി എന്താവും, നമ്മളെ 1ാം ക്ലാസ്സിലേക്ക് ആ കുട്ടി കയറി വരും. പിന്നെ അതുപോലെ തന്നെ അതിൽ വേറെ ഒന്നുമില്ലത്, നമുക്കിതിൽ സെർച്ച് സ്റ്റുഡൻറ്റ് എന്നിട്ടൊരു ഓപ്ഷൻ ഇവിടെ കാണാം, സെർച്ച് സ്റ്റുഡൻറ്റ് എന്നിട്ട് ഇതിലൊന്ന് പോയിട്ട് ഒരു കുട്ടീൻ്റെ UID ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്ന കുട്ടി ഏത് ക്ലാസ്സിലാണെന്ന് നമുക്ക് പെട്ടെന്ന് അറിയില്ലെങ്കിൽ ആ കുട്ടീൻ്റെ UID ഇവിടെ നിന്ന് അടിച്ച് സെർച്ച് സ്റ്റുഡൻറ്റ് എന്ന് അടിച്ച് ആ കുട്ടി ഏത് ക്ലാസ്സിലാണെന്നുള്ള കൃത്യമായിട്ട് ഇവിടെ കാണിച്ചു തരും. ചിലപ്പോൾ കുട്ടീനെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ കുട്ടീനെ എന്ത് ചെയ്യും, ഡിസ്കണ്ടിന്യൂ ചെയ്ത കുട്ടിയാണെങ്കിൽ ഇന്ന കുട്ടി 3ാം ക്ലാസ്സിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തതാണെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് ഇവിടെ കാണിച്ചു തരും. അതാണ് ആ ഓപ്ഷന്, ഈ സെർച്ച് സ്റ്റുഡൻറ്റ്. പിന്നെ ഇതിൽ പോയാൽ വേറെ ഒന്നുമില്ല. ഇപ്പോൾ 1ാം ക്ലാസ് ഞാൻ സെലക്ട് ചെയ്ത് ഈ വർഷം ചേർന്ന കുട്ടികളെ ഡിവിഷൻ കൊടുത്ത് ആൾ ഡിവിഷൻ ഒന്ന് കൊടുത്ത് വ്യൂ സ്റ്റുഡൻ്റ് എന്ന് കൊടുത്ത് ഇപ്പോൾ ആൾറെഡി 1ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികളുടെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി കുട്ടികളുടെ പേരിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെ പോയിട്ട് എഡിറ്റ് എന്ന് കാണാം. എഡിറ്റ് എന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ പോയിട്ട് എന്തെങ്കിലും തെറ്റുണ്ട്. ഇപ്പോൾ ഇതിലൊന്നും ആധാർ കാർഡ് കൊടുത്തിട്ടില്ല, ഇതുപോലെ
ഇതെന്താ ഈ എഴുതിക്കുന്ന അറിയാം, പേരൊക്കെ കൊടുക്കുന്ന സമയത്ത് ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററായിട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, വലിയ അക്ഷരമായിട്ട്. പിന്നെ അതുപോലെ ആധാർ കാർഡ് നമ്പർ കൊടുക്കുക, വീട്ടുപേര് കൊടുക്കുക, പോസ്റ്റ് ഓഫീസ് മൊബൈൽ നമ്പറൊക്കെ കൊടുക്കുക. ഇതിൽ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, കൊടുക്കണം. ഈ കാണുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ഇതിൽ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. അതാണ് മാനേജ് സ്റ്റുഡൻറ്റ് പോയാൽ. പിന്നെ അടുത്ത ഒരു ഓപ്ഷൻ ഇതിൽ കാണുന്നത് അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറയപ്പെടുന്ന ഒന്നാണ്. അഡ്മിഷൻ രജിസ്റ്റർ എന്നാൽ കുട്ടി പുതുതായിട്ട് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ പിന്നെ അഡ്മിഷൻ ഫോം നമുക്ക് ഇവിടെ പോയാൽ കിട്ടും. ഇപ്പോൾ പുതുതായിട്ടൊരു പുതിയതായ ഒരു കുട്ടി ചേർന്ന് കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ അഡ്മിഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും. നമുക്കൊക്കെ ഒരു പുതിയ അധ്യയന വർഷം വരുന്ന സമയത്ത് നമുക്ക് കുട്ടികളെയൊക്കെ ഒന്ന് ചേർക്കാനുള്ള കുട്ടികളുടെ ഫോം പൂരിപ്പിച്ച് ഒരു പേപ്പറിൽ എഴുതി വാങ്ങിയിട്ട് നമുക്ക് സാവധാനം ഓരോ കുട്ടീനെയും നേരത്തെ പറഞ്ഞതുപോലെ ആഡ് സ്റ്റുഡൻറ്റ് പോയിട്ട് കയറ്റി കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ അഡ്മിഷൻ ഫോം ഇവിടെ കിട്ടും. നേരെ ഡൗൺലോഡ് നടത്തിയാൽ ആ ഫോം നമ്മളെ ഗാലറിക്ക് ഡൗൺലോഡായിട്ട് വരും. പിന്നെ അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രിൻ്റ് എടുത്ത് വെച്ചാൽ മതി. പിന്നെ ഇതിലുള്ളത് വേറെ ഒന്ന്, ഇതിൽ ഇപ്പോൾ മാനേജ് അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറയപ്പെടുന്നതാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയത്. പിന്നെ ട്രാൻസ്ഫർ സ്റ്റുഡൻറ്റ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്, അതാണ് അടുത്തത്. അതിൽ പോയാൽ ഇതിൽ ഏറ്റവും മുകളിൽ മാനേജ് സ്റ്റുഡൻറ്റ് ട്രാൻസ്ഫർ എന്ന് കാണാം. വലത് ഭാഗത്തൊരു ആരോ മാർക്കും കാണാം. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ പെൻഡിങ് ട്രാൻസ്ഫർ എന്ന് പറയും. അതായത് നമ്മളെ മദ്രസക്ക് ഇങ്ങോട്ട് വന്ന കുട്ടികളുടെ TC അപ്രൂവ് ചെയ്യാതെ ഇവിടെ കിടക്കുന്നുണ്ട്. കണ്ടോ, 1 2 3 4 TC അപ്രൂവ് ചെയ്യാതെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് വേറെ മദ്രസയിൽ നിന്ന് ഈ മദ്രസയിലേക്ക് വന്ന TC ആണ്. ഇത് അപ്രൂവ് ചെയ്തിട്ടില്ല. അത് ചിലപ്പോൾ അപ്രൂവ് ചെയ്യാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ കയറ്റിയിട്ടുണ്ടാകും, അറിയാൻ കഴിയില്ല. അത് അപ്രൂവ് ചെയ്യാനുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഇത് അപ്രൂവ് ചെയ്താൽ ആ കുട്ടി ഏത് ക്ലാസ്സിലാണ് ആ ക്ലാസ്സിലേക്ക് കയറും. അപ്പോൾ അവിടെ അപ്രൂവ് ചെയ്താൽ അഡ്മിഷൻ ഡേറ്റും അഡ്മിഷൻ നമ്പറും നമ്മൾ ചേർത്ത് കൊടുക്കണം. അതാണ് ട്രാൻസ്ഫർ സ്റ്റുഡൻറ്റിൽ ഒന്നാമത്തെ. പിന്നെ രണ്ടാമത്തേതിൽ ഒരു കുട്ടിക്ക് TC എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നേരെ സ്റ്റുഡൻറ്റ് UID എന്നുള്ളിടത്ത് പോയിട്ട് ഏത് കുട്ടിക്കാണോ TC കൊടുക്കുന്നത് വെച്ചാൽ ആ കുട്ടീൻ്റെ UID കൊടുക്കുക. ഏത് മദ്രസയിലേക്കാണോ കുട്ടി പോകുന്നത് വെച്ചാൽ ആ മദ്രസൻ്റെ രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുക്കുക. ഈ നീല ബട്ടൺ നിൽക്കുക. അപ്പോൾ കുട്ടി ആകെ പ്രവൃത്തി ദിവസം ചോദിക്കും, കുട്ടി ഹാജരായ ദിവസം ചോദിക്കും. അത് അടിച്ചു കൊടുത്തിട്ട് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ TC എന്താവും, പോകും. പിന്നെ ഇതിൽ കാണാം ട്രാൻസ്ഫർ റിപ്പോർട്ട് ഔട്ട് എന്ന് കാണാം. നമ്മൾ അങ്ങോട്ട് TC കൊടുത്ത TCകളാണ്. നമ്മളെ മദ്രസയിൽ നിന്ന് അങ്ങോട്ട് കൊടുത്ത TCകൾ ഇവിടെ കാണും. വേണമെങ്കിൽ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യുക, ആർക്കാണോ TC കൊടുത്തു വെച്ചാൽ ആ കുട്ടികളുടെ രക്ഷിതാക്കളെ കൈവശം ആ TC ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് കൊടുത്തേക്കാം. പിന്നെ ഇതിൽ പോയാൽ പിന്നെ വേറൊരു ഓപ്ഷനിൽ കാണുന്നത് ട്രാൻസ്ഫർ ഇങ്ങോട്ട് വന്ന TC നമ്മൾ അപ്രൂവ് ചെയ്തത്, അതാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമ്മൾ ഇങ്ങോട്ട് TC മുഖേന വന്ന കുട്ടികളുടെ അതാണ് ഇതിൽ കാണുന്നത്, ഈ ഏറ്റവും അടിയിൽ കാണുന്നത്. അങ്ങനെ മൂന്നാണ്. ഒന്ന് TC വന്നത് അപ്രൂവ് ചെയ്യാൻ, ഒന്ന് TC അങ്ങോട്ട് കൊടുക്കാൻ, ഒന്ന് TC ഇങ്ങോട്ട് വന്ന് അപ്രൂവ് ചെയ്തത്, അതൊക്കെ അതിൽ കാണിക്കും. പിന്നെ ഇതിലുള്ളത് ഇത് തന്നെ വേറൊരു ഓപ്ഷനിൽ കാണുന്നത് മാനേജ് ഡിസ്കണ്ടിന്യൂ സ്റ്റുഡൻറ്റ് എന്ന് കണ്ടല്ലോ. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മദ്രസയിൽ ഇടക്ക് വെച്ചൊരു കുട്ടി പഠനം നിർത്തിപ്പോയാൽ, ഒരു കുട്ടി എന്ത് ചെയ്തു, ഇടക്ക് വെച്ച് നമ്മളെ മദ്രസയിൽ പഠനം നിർത്തിപ്പോയാൽ ആ കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യും, ആ കുട്ടീൻ്റെ UID നമ്പർ ഇവിടെ കൊടുക്കും, ഡിസ്കണ്ടിന്യൂ എന്ന് കൊടുക്കും. അപ്പോൾ ആ കുട്ടി ആ ക്ലാസ്സിൽ നിന്ന് പോകും. നമ്മളെ മദ്രസയിൽ നിന്ന് ആ കുട്ടി പോകില്ല. ആ കുട്ടി നമ്മളെ ഏത് ക്ലാസ്സിലാണ് ആ കുട്ടികൾ വെച്ചാൽ ആ ക്ലാസ്സിൽ നിന്ന് ആ കുട്ടിയാണ് പോകും. പിന്നെ ഈ UID കൊടുക്കുക, ഡിസ്കണ്ടിന്യൂ എന്ന് മാത്രം അടിച്ചു കൊടുത്താൽ മതി. പിന്നീട് നമുക്ക് ആ കുട്ടീനെ റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് റീസ്റ്റോർ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഏത് ക്ലാസ് എന്താണ് ആ കുട്ടി പഠനം നിർത്തിപ്പോയത് അതേ ക്ലാസ്സിലേക്ക് തന്നെ ആ കുട്ടി എന്ത് ചെയ്യും, തിരിച്ച് കയറും. അതാണ് റീസ്റ്റോർ എന്ന് പറയപ്പെടുന്ന ഓപ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ റീസ്റ്റോറിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതണ്ട, അപ്പോൾ ഈ കുട്ടീൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ അഡ്മിഷൻ ഡേറ്റ് കൊടുക്കണം. അഡ്മിഷൻ നമ്പർ ആൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് റീസ്റ്റോറിന് അടിച്ചു കൊടുത്താൽ കുട്ടി എന്ത് ചെയ്യും, ആ ക്ലാസ്സിലേക്ക് ഇപ്പോൾ 1ാം ക്ലാസ്സിൽ നിന്നാണ് ഈ കുട്ടീനെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ആ കുട്ടി നേരെ 1ാം ക്ലാസ്സിലേക്ക് തന്നെ കയറി വരും. അതാണ് ഈ ട്രാൻസ്ഫർ സ്റ്റുഡൻറ്റ് എന്ന് പറയപ്പെടുന്ന ഓപ്ഷൻസ്. പിന്നെ അപ്ഗ്രേഡ് സ്റ്റുഡൻറ്റ് എന്ന് കാണാം. അപ്ഗ്രേഡ് സ്റ്റുഡൻറ്റ് നേരെ താഴെയുള്ളത്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ മുകളിൽ ക്ലാസ് സെലക്ട് ചെയ്യുക. രണ്ടാമത്തോട്ട് പോയിട്ട് ഡിവിഷൻ എന്നാണെങ്കിൽ എന്ന് സെലക്ട് ചെയ്യുക. വ്യൂ സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ ഓരോ കുട്ടികളും 2ാം ക്ലാസ്സുകളിൽ ഈ കുട്ടികൾ ജയിച്ചാൽ 2 നിന്ന് 3ക്ക് പാസ്സായ കുട്ടിയാണെങ്കിൽ നേരെ ഈ ആരമാർക്ക് പോവുക, പാസ്ഡ് എന്ന് കൊടുക്കുക. അതുപോലെ എല്ലാം കൊടുത്തതിൻ്റെ ശേഷം ഇവിടെ എന്ത് ചെയ്യണം, സേവ് അടിക്കണം.
എല്ലാം കൊടുത്തതിൻ്റെ ശേഷം ഇതാ ഈ കാണുന്ന അപ്ഗ്രേഡ് സെലക്റ്റഡ് സ്റ്റുഡൻ്റ് എന്നുള്ള പച്ച ബട്ടൺ ഉണ്ടല്ലോ, എല്ലാം ചെയ്തതിൻ്റെ ശേഷം ഈ ബട്ടൺ വയ്ക്കുക. അപ്പോൾ ജയിച്ച കുട്ടികളൊക്കെ 3ാം ക്ലാസ്സിലേക്ക് മാറും. ഫെയിൽഡായ കുട്ടികൾ മാത്രം ആ ക്ലാസ്സിൽ തന്നെ അവിടെ ഉണ്ടാകും. അതിന് ഉപയോഗിക്കുന്ന ഓപ്ഷൻസാണ് അപ്ഗ്രേഡ് സ്റ്റുഡൻറ്റ് എന്ന് പറയപ്പെടുന്നത്. പിന്നെ ഒന്ന് പബ്ലിക് എക്സാം റിസൾട്ട്, അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് ഇപ്പോൾ അതായത് എത്ര വർഷം മുതൽ ക്ലാസ് ആദ്യം നമ്മളൊന്ന് ഏത് വർഷത്തേന്ന് ഒന്ന് സെലക്ട് ചെയ്യുക. 2024 2025 ആണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കിതിൽ സെലക്ട് ചെയ്യാൻ കഴിയും. 5ാം ക്ലാസ് എടുത്താൽ സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് ഇതിലറിയാൻ കഴിയും. പിന്നെ ഇനി ഇതിലൊന്നുള്ളത് ടോപ്പ് പ്ലസ് അവാർഡ്. ടോപ്പ് പ്ലസ് അവാർഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ടോപ്പ് പ്ലസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഇതിലാണ് കൊടുക്കേണ്ടത്. അതിപ്പോൾ നിലവിൽ ഈ ഒരു മദ്രസയിലില്ല. ടോപ്പ് പ്ലസ് അവാർഡിന് എങ്ങനെ അപേക്ഷിക്കുക എന്നുള്ളതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിലുണ്ട്. ജസ്റ്റ് ഒന്ന് തിരഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. ഇത് ഏകദേശം ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു ചെറു വിവരണമാണ്. കൂടുതൽ അറിയേണ്ട ആളുകൾ ജസ്റ്റ് 70 25 22 11 09 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് വിട്ടാൽ നിങ്ങൾക്ക് നമ്മൾ യൂട്യൂബ് ചാനൽ ലിങ്ക് കിട്ടും. അതിൽ ഓരോ വീഡിയോസും സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ പരമാവധി ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതുപോലെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് നിങ്ങളെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.